വൈകിട്ടത്തെ ചായക്ക് ഇന്ന് ഞാനൊരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നൈസ് അരിപ്പൊടിയാണ്, വറുത്ത പൊടിയാണ്. അതിലേക്ക് ഇനി 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യും 1/2 സ്പൂൺ ഉപ്പും ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. 1 കപ്പ് ശർക്കര ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുകി തുടങ്ങുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുക, 1/2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക, ഏലക്ക പൊടിച്ചതും ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതൊന്ന് ഇറക്കി വെക്കുക. പിന്നെ നമ്മൾ തിളച്ച വെള്ളം എടുത്ത് വെച്ച് അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി കുഴച്ച് വെക്കുക. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വെച്ചിട്ട് അത് നടുവൊന്ന് കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് തേങ്ങയും ശർക്കരയും ചേർത്ത ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് വേവിക്കാനായിട്ട് വെക്കുക. 2 കപ്പ് അരിപ്പൊടി കൊണ്ട് എനിക്കൊരു 12 കൊഴുക്കട്ടയോളം ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് 20 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചായക്ക് മധുര പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചായയിൽ മധുരം ഇടാറില്ല. അപ്പോൾ മധുരമില്ലാത്ത കട്ടൻ ചായയും കൊഴുക്കട്ടയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.